ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ 4ാമത്തെ യൂണിറ്റിന്റെ തുടർച്ചയായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കൂ. കുട്ടിക്കളി എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എന്താണ്? നിസാരമായി കാണുക എന്നതാണ് കുട്ടിക്കളി എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മാറാപ്പ് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. മാറാപ്പ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പഴംതുണിക്കെട്ട് എന്നാണ് മാറാപ്പ് എന്ന വാക്കിന്റെ അർത്ഥം. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. കളിമാറാപ്പ് എന്ന പാഠഭാഗത്തിലെ കവിതയ്ക്ക് ആ പേര് വരാനുള്ള കാരണം എന്താണ്? കാരണം പഴയ കളികളെ പരിചയപ്പെടുത്തുന്ന ഒരു പാഠഭാഗമാണ് ഇത് കളിമാറാപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ പാഠത്തിന് ആ കളിമാറാപ്പ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം നോക്കൂ. കളിമാറാപ്പ് എന്ന കവിതയിൽ ആരാണ് കളിയുമായി വരുന്നത്? ഇവിടെ കളിയുമായി വരുന്ന ആരാണ്? നാടോടികളാണ് ട്ടോ. നാടോടിയാണ് കളിയുമായിട്ട് വരുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യവും. എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ച് കണ്ടുപിടിക്കുന്ന കളിയാണ് ഏത്? ഇട്ടൂലി പാത്തൂലി. ഓക്കെ, എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്ന ഒരു കളിയുണ്ട്. ആ കളിയുടെ പേര് എന്താണ്? ഇട്ടൂലി പാത്തൂലി എന്നാണ് കളിയുടെ പേര്. അമ്മാനക്കളിയുടെ മറ്റൊരു പേരാണിത് അമ്മാനാട്ടം. അമ്മാനാട്ടം എന്നാണ് അമ്മാനക്കളിയുടെ മറ്റൊരു പേര് എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഏഴാമത്തെ ചോദ്യം എന്താണ്? താഴെ കൊടുത്തവയിൽ ഒറ്റയാൻ ഏത്? ഏതാണ് ഒറ്റയാന്? തലപ്പന്തുണ്ട്, കുഴിപ്പന്തുണ്ട്, ഇട്ടൂലി പാത്തൂലി ഉണ്ട്, പോൾ വാൾട്ട് ഉണ്ട്. ഇതിലേതാണ്? പോൾ വാൾട്ടാണ് കൂട്ടത്തിൽ പെടാത്തത്. മറ്റതൊക്കെ എന്താ? നാടൻ കളികളാണ്. എന്നാൽ പോൾ വാൾട്ട് ഒരു നാടൻ കളി അല്ല. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം. പൂയി മണൽ കൊണ്ട് കുഞ്ഞു കൂനകൾ ഉണ്ടാക്കി കുട്ടികൾ കളിക്കുന്ന കളി ഏതാണ്? ഉപ്പുകളി. അതിന് പറയുന്ന പേരാണ് ഉപ്പുകളി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഒമ്പതാമത്തെ ചോദ്യം ഏതാണ്? ഒമ്പതാമത്തെ ചോദ്യമാണ് മക്കളെ. കിട്ടിയ അവസരത്തിൽ ഗോളടിക്കുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? കിട്ടിയ അവസരത്തെ ശരിയായി ഉപയോഗിക്കുക എന്നതാണ് കിട്ടിയ അവസരത്തിൽ ഗോളടിക്കുക എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പത്താമത്തെ ചോദ്യം എന്താണ്? ജേതാവ് എന്ന പദത്തിന്റെ അർത്ഥമായി വരുന്നത് ഏതെല്ലാം? ജേതാവ് എന്ന പദത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഏതാണ്? എ ഓപ്ഷൻ ആണ്. അതായത് നേതാവ് എന്നുള്ള ജേതാവിന്റെ അർത്ഥമാണ്. അതുപോലെ വിജയി എന്ന് പറയുന്ന ജേതാവിന്റെ അർത്ഥമാണ്. ജയിച്ചവൻ എന്നുള്ളത് ജേതാവിന്റെ അർത്ഥം ആണ്. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 11ാമത്തെ ചോദ്യം എന്താണ്? അല്ലെങ്കിൽ കളി കുളമാകും. ഇവിടെ കുളമാകും എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തൊക്കെയാണ്? ഇവിടെ കളി എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ഓപ്ഷൻ എ ആണ്. എന്തൊക്കെയാണ്? ഒന്ന് പ്രശ്നമാകും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ശരിയാകില്ല. ഈ രണ്ടുമാണ് എന്തിന്റെ അർത്ഥം? കുളമാകും എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി 12ാമത്തെ ചോദ്യം നോക്കൂ. സംശയം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? സംശയം എന്ന പദത്തിന്റെ വിപരീത പദമാണ് നിസംശയം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, 13ാമത്തെ ചോദ്യമാണ് ശരിയായത് ഏത്? അതായത് മത്സരിക്കണമെങ്കിൽ എന്നുള്ള വാക്ക് പിരിച്ചെഴുതിയാൽ എന്താ വായിക്കുക? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. മത്സരിക്കണം പ്ലസ് എങ്കിൽ എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 14ാമത്തെ ചോദ്യം നോക്കിയാലോ? 90ാം മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചിൽ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? 90ാം മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചിൽ എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അവസാന നിമിഷത്തിലെ തിരക്ക്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അവസാന നിമിഷത്തിലെ തിരക്ക് എന്നതാണ് അർത്ഥം. ഇനി 15ാമത്തെ ചോദ്യം. കുഴിമടിയൻ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഓപ്ഷൻ എ ആണ് ശരി. ഒന്ന് നല്ല മടിയുള്ളവൻ, അതുപോലെ ഒന്നും ചെയ്യാതെ സമയം കളയുന്നവൻ. ഇതാണ് കുഴിമടിയൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇനി 16ാമത്തെ ചോദ്യമാണ് കേൾക്കുന്നവർക്ക് ഒരു സംഭവം നേരിൽ കാണാനാകുന്ന വിധം അനുഭവപ്പെടുത്തുന്നതാണ് ഏത്? ദൃക്സാക്ഷി വിവരണം. അതായത് കേൾക്കുന്ന ഒരാൾക്ക് ഒരു സംഭവം നേരിൽ കാണുന്ന വിധം അനുഭവപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ദൃക്സാക്ഷി വിവരണം എന്ന് പറയാ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇനി 17ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? പക്ഷി എന്നുള്ള വാക്ക്. ഓപ്ഷൻ ഡി ആണ്. പക്ഷിയാണ് കൂട്ടത്തിൽ ചേരാത്തത്. ഓക്കെ, ഇനി 18ാമത്തെ ചോദ്യം. ഒളിമ്പിക്സ് പരിശീലനം എന്ന പാഠഭാഗം എം ഗീതാഞ്ജലിയുടെ ഏത് കൃതിയിലേതാണ്? ദിയയും അമ്മയും എന്ന് പറയുന്ന കൃതിയിലെ ഒരു പാഠഭാഗമാണ്. ഒരു കൃതിയിലെ ഒരു ഭാഗമാണ് ഇത് ഒളിമ്പിക്സ് പരിശീലനം എന്ന പാഠഭാഗം. ഇനി 19ാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? 19ാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ എം
ഗീതാഞ്ജലിയുടെ കൃതി അല്ലാത്തത്, ഗീതാഞ്ജലിയുടെ കൃതി അല്ലാത്ത ഒരു വർക്കാണ് ഏത്, ഒരു നോവലാണ് ഏത്, രണ്ടു നീല മത്സ്യങ്ങൾ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ഈ 20ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കിയാലോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ഇതിൽ നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഒന്ന്, സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള അവകാശം, അതുപോലെ കളിക്കാനും പഠിക്കാനുമുള്ള അവകാശം, അതുപോലെ തന്നെ സൗജന്യ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 4ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള സൗജന്യ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 4ആണ് കറക്റ്റ് വരുന്നത്. ഓക്കെ, ഇനി 21ാമത്തെ ചോദ്യമാണ്. കളിമാറാപ്പ് എന്ന കവിതയുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഏതൊക്കെ ശരി? ഒന്നാമതായിട്ട് പറയുന്ന കാര്യം ശരിയാണ്. കളിമാറാപ്പിൽ പഴയകാല കളികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ശരിയാണ്. അതുപോലെ രണ്ടും ശരിയാണ്. കളിമാറാപ്പിൽ നാടോടിയാണ് മാറാപ്പ് നിറയെ കളികളുമായി വരുന്നത്, അതും കറക്റ്റ് ആണ്. എന്നാൽ 3ഉം 4ഉം ഇവിടെ തെറ്റാണ്. ഓക്കെ, ഇനി 22ാമത്തെ ചോദ്യം എന്താണ്? ചക്കക്കൊമ്പനെ ഫോട്ടോ ഫിനിഷിൽ എന്ന പോലെ മറികടന്നാണ് അവൾ വിജയിച്ചത്. അവിടെ അടിവരയിട്ട പ്രയോഗം അർത്ഥമാക്കുന്നത് എന്തിനെയാണെന്നാണ്. ഫോട്ടോ ഫിനിഷ് എന്ന് പറയുന്ന വാക്ക് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നിർണായക വിജയം എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 23ാമത്തെ ചോദ്യത്തിലൂടെ പോയാലോ. 23ാമത്തെ ചോദ്യം എന്താണ്? 90ാം മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചിൽ ഒഴിവാക്കിയാൽ എന്താണ് പ്രയോജനം? എന്താ പ്രയോജനം? ഓപ്ഷൻ ബി ആണ്. എന്താണ്? അവസാന നിമിഷം ഉണ്ടാകുന്ന തിരക്ക് ഒഴിവാക്കാൻ കഴിയും. ഓക്കെ, ഇനി 24ാമത്തെ ചോദ്യത്തിലൂടെ നോക്കിയാലോ. പാട്ടും പാടി ചുവടും വെച്ച് വീട് ചിരിച്ചൊരു നിൽപ്പുണ്ട്. ഇവിടെ വീട് ചിരിച്ചു നിൽക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? വീട്ടിലെല്ലാവരും സന്തോഷത്തിലാണ് കഴിയുന്നതെന്നാണ് അർത്ഥമാക്കുന്നത്. 25ാമത്തെ ചോദ്യം. കായികോത്സവം എന്ന പദം താഴെ പറയുന്നവയിൽ ഏതുമായാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്? കായികമായ ഉത്സവം എന്ന് പറയുന്ന വാക്കുമായിട്ടാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. കായികമായ ഉത്സവം എന്ന വാക്കുമായിട്ടാണ് കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്നത്. ഓക്കെ, അടുത്ത 26ാമത്തെ ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ശരിയായ പദങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തതാ ചോദിച്ചത്, ശരിയായതല്ല ചോദിച്ചത്. ഇവിടെ ഏതാണ് തെറ്റ് അതാണ് ചോദിച്ചത്. ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ ആണ് പെടാത്തത്. നീരസം, ദീർഘദൂരം, പ്രഖ്യാപനം എന്ന് പറയുന്നതാണ് ഉൾപ്പെടാത്തത് കേട്ടോ. ഓക്കെ, ഇനി 27ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികളുടെ അവകാശങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? ഒന്ന്, ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പേടി കൂടാതെ പറയാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട്. പിന്നെയോ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാതിരിക്കാനുള്ള അവകാശം ഉണ്ടോ? അത് ഒരു ഓപ്ഷൻ ആയിട്ട് വരുന്നില്ല. പിന്നെയോ, ജാതി മതം തുടങ്ങിയ അതൊരു അവകാശം അല്ല രണ്ടാമത്തത്. മൂന്നാമത്തതോ, ജാതി മതം തുടങ്ങിയവയുടെ വേർതിരിവില്ലാതെ കൂട്ടത്തിൽ ജീവിക്കാനുള്ള അവകാശം, അതൊരു അവകാശമായിട്ട് വരുന്നുണ്ട്. ഇനി 4ാമത്തതോ, ബാലവേല, അപകടകരമായ ജോലികൾ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം കിട്ടാനുള്ള അവകാശം, അതും അവകാശമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏതാ കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഒന്ന് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ശിശുദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ അവതരിപ്പിക്കാനുള്ള പ്രസംഗം തയ്യാറാക്കാനാണ്. ഓക്കെ, ഒരു ഉദാഹരണത്തിനുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രീന് സാറ് PDF അയച്ചു തരുന്നുണ്ട്. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? അടുത്തത് കാട്ടിലെ കായികോത്സവവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ തലക്കെട്ടുകളാണ്. കുറച്ച് തലക്കെട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഒന്നാമത്തെ എന്താ? കാടിനെ കുളിരണിയിച്ച് കായികോത്സവം. രണ്ടാമത്തതോ, കാട്ടിലെ കായികോത്സവം ഓട്ട മത്സരത്തിൽ ചീറ്റപ്പുലി ജേതാവ്. മൂന്നാമത്തതോ, അടുത്ത വർഷത്തെ കായികോത്സവം കൂടുതൽ വിപുലമാക്കും ലോറ സിംഹം. പഞ്ചഗുസ്തി മത്സരത്തിൽ ലോറയെ പിന്നിലാക്കി ചക്കക്കൊമ്പൻ. കായികോത്സവം കാനനോത്സവമായി. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ കാട്ടിലെ കായികോത്സവവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന തലക്കെട്ടുകൾ എന്ന് പറയുന്നത്. ഇനി എന്റെ സാങ്കല്പിക വിദ്യാലയം എന്ന വിഷയത്തിൽ സാങ്കല്പികമായിട്ടൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് കേട്ടോ. സോ ഇത് സാർ അയച്ചു തരും, ആ സമയത്ത് അതൊന്ന് നോക്കുക കേട്ടോ. സാർ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. സങ്കല്പിക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരുമില്ലല്ലോ. ബസ്സിന് ചിറകു മുളയ്ക്കുന്നത് പോലെ ചിറകു വെച്ച വിദ്യാലയവും വേണം. ഞങ്ങളുടെ ഇഷ്ടങ്ങളാണ് ഇവിടെ ചിറകു മുളയ്ക്കുക. ഞങ്ങൾ കുട്ടികളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കണം അവിടെ പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കാൻ. കൂടാതെ നന്നായി പഠിക്കാനും നന്നായി വളരാനും അവസരം വേണം. കളിക്കാൻ കളിസ്ഥലം വേണം. കളി ഉപകരണങ്ങൾ വേണം. പഠിക്കാൻ നല്ല അന്തരീക്ഷം വേണം. ആരോഗ്യത്തോടെ വളരാൻ നല്ല ഭക്ഷണം വേണം. കുട്ടികളോട് സ്നേഹത്തോടെ എല്ലാവരും പെരുമാറണം. വളരെ സ്നേഹത്തോടെ തിരുത്താൻ എല്ലാവരും തയ്യാറാവണം.
എല്ലാവരും വൃത്തിയായി യൂണിഫോം ധരിച്ചു വരുന്നവരാകണം. എല്ലാ കുട്ടികളും ഒരു ചെടിയിൽ വിരിഞ്ഞ പൂക്കളെ പോലെയാകണം. പഠിക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെ പരസ്പരം സഹായിക്കുന്നവരാകണം. അങ്ങനെയുള്ള മനോഹരമായ വിദ്യാലയമാണ് എൻ്റെ സങ്കല്പ വിദ്യാലയം. ഓക്കെ, ഇനി അടുത്തതോ, കുട്ടികൾക്ക് ഇണങ്ങുന്ന ലോകം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസംഗം തയ്യാറാക്കുക. ഓക്കെ, ഇതൊരു ചെറിയൊരു പ്രസംഗമാണ്. നമ്മൾ നേരത്തെ ഒരു പ്രസംഗത്തെ കുറിച്ച് നോക്കാൻ പറഞ്ഞിരുന്നു. ഇതും അതുപോലെ നോക്കാം. സാർ ഒന്ന് വായിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂട്ടുകാരെ. നമ്മൾ ആദ്യം ഒരു ഇൻട്രോ പറയണം. ഈ ലോകം എത്ര മനോഹരമാണെന്ന് അറിയുമോ? കുട്ടികൾക്ക് ഇണങ്ങുന്ന ലോകമായാൽ അത് വീണ്ടും എത്രമാത്രം മനോഹരമായിരിക്കുന്നു എന്നറിയുമോ? കുട്ടികൾക്ക് ഇണങ്ങുന്ന ലോകം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഈ ലോകം വളരെ വലുതാണല്ലേ? ഓരോ ചോദ്യത്തിനും മറ്റും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. അടുത്തോ, എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്? എന്നാൽ ഓരോ കുട്ടിയുടെയും കാര്യം എടുത്താൽ അങ്ങനെയാണോ? അല്ല, അവരുടെ ലോകം അനുദിനം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്നല്ലേ? വിദ്യാലയങ്ങളോ ഷോപ്പിംഗ് മാളുകളോ സിനിമാ തിയേറ്ററുകളോ മാത്രമാണ് മിക്ക കുട്ടികളുടെയും പുറം ലോകം. അതിനപ്പുറത്തെ ലോകം എല്ലാം ഓൺലൈൻ ക്ലാസ്സുകളിലും മൊബൈൽ ഫോണിലും ചാറ്റ് ജിപിടിയിലും ജെമിനിയിലും ഒതുങ്ങുന്നു. കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാനോ കൂട്ടുകൂടി നടക്കാനോ കഴിയാത്ത വിധം ലോകം അധപ്പതിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിന് മാറ്റമുണ്ടാകണമെങ്കിൽ സമൂഹം മാറണം. അതിന് സമൂഹത്തിലെ ഓരോ വ്യക്തിയും മാറണം. വളർന്നു വരുന്ന തലമുറയ്ക്ക് കൂടിയുള്ളതാണ് ഈ ലോകം എന്നവർക്ക് ബോധ്യപ്പെടണം. അങ്ങനെ ഓരോരുത്തരും മാറുമ്പോൾ ഈ സമൂഹത്തിൽ കുട്ടികൾക്ക് പേടിയില്ലാതെ ഇടപെടാനാകും. രക്ഷിതാക്കൾക്ക് തന്റെ മക്കളെ സ്വതന്ത്രരായി കളിച്ചു നടക്കാൻ അനുവദിക്കാനും കഴിയും. ഈ ലോകം ശിശു സൗഹൃദമാകും. അങ്ങനെയൊരു ലോകം പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. ഒരു എൻഡിങ്ങും വേണം, എന്നാൽ മാത്രമേ ഒരു പ്രസംഗം കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, താങ്ക് യു.